അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് 2 ഇസ്മിനെ കുറിച്ചാണ്. ഈ 2 ഇസ്മുകൾ നമ്മുടെ വീടുകളിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാകും. സിഹ്ർ ബാധിക്കില്ല, കണ്ണേറ് ബാധിക്കില്ല. അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, കലഹം, അതിനൊക്കെ ഒരു അവസാനമുണ്ടാകും. പിന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. നമുക്കൊരു അപകടവും ഉണ്ടാവുകയില്ല, അതിനൊക്കെ ഒരു രക്ഷ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെയുള്ള ഒരു 2 ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഒന്നാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്താണ്. ഇത് നമ്മൾ വീടിൻ്റെ കവാടത്തിൽ, അതായത് വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ ആ കവാടത്തിൻ്റെ മുകളിൽ ഫ്രണ്ടിലായിട്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വീട്ടുകാർക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതൊക്കെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ബറക്കത്തും റഹ്മത്തും ഒക്കെ നമുക്ക് കിട്ടുവാനും അതുപോലെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുവാനും ഒക്കെ ഒരു കാരണമാകും. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. സിഹ്ർ, കണ്ണേറ് ഇവയിൽ നിന്നൊക്കെ രക്ഷയുണ്ടാകും. അതുപോലെ എല്ലാ ഹലാക്കിൽ നിന്നും, എല്ലാ ദുൽമിൽ നിന്നുമൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു കാവൽ, ഒരു രക്ഷ നമുക്കുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ മറ്റൊരു ഇസ്മാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ദിക്റാണ്. ഈ ഒരു ഇസ്മും കൂടെ നമ്മൾ വീട്ടിൽ എഴുതി സൂക്ഷിച്ചാൽ ഈ പറയപ്പെടുന്ന നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്കുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ 2 ആയത്തും നമ്മുടെ വീടുകളിൽ എഴുതി സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അപകടങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകും. സിഹ്ർ, കണ്ണേറിൽ നിന്നും രക്ഷയുണ്ടാകും. ഒരു അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. റഹ്മത്തിൻ്റെ മലക്കുകൾ കടന്നു വരും. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. അവൻ്റെ സമ്പത്തിൽ നല്ല ബറക്കത്തും റഹ്മത്തും ഒക്കെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇതുപോലെ പറഞ്ഞതുപോലെ ചെയ്യുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടി റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളും നീക്കി സമ്പത്തിൽ ബറക്കത്തുണ്ടാകട്ടെ. ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകട്ടെ. നമ്മളറിയാതെ നമ്മളിലേക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അത് മുഖേന നമുക്ക് പാവങ്ങളെ എല്ലാവരെയും സഹായിക്കുവാനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും, സാമ്പത്തികപരമായിട്ടും കുടുംബത്തിലുള്ള കലഹങ്ങളും എല്ലാം, കണ്ണേറും അതുപോലെ സിഹ്റും ഒക്കെ മാറി നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പും സക്കാത്തും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നുള്ള നല്ല അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. 5 വക്ത് നിസ്കാരവും നിലനിർത്തി അതിൻ്റേതായ സമയത്ത് തന്നെ നിസ്കരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.